നമസ്കാരം. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യോഗ അഭ്യാസക്രമത്തിൽ ഇന്ന് നമുക്ക് പുതിയ ആസനങ്ങൾ പരിചയപ്പെടാം. അതിൻ്റെ കൂടെ പഴയ ആസനങ്ങളും കൂടിയും ചെയ്യാം. വരൂ, പ്രാർത്ഥനയോടുകൂടി പുതിയ അഭ്യാസങ്ങൾ തുടങ്ങാം. പ്രാർത്ഥനയ്ക്കായി ഏതെങ്കിലും ധ്യാനാത്മക ആസനത്തിൽ ഇരിക്കുക. സുഖാസനം, അർദ്ധപത്മാസനം, പത്മാസനം. 2 കൈകളും ധ്യാനമുദ്രയിൽ വയ്ക്കുക. നട്ടെല്ല് നിവർത്തുക. കണ്ണുകൾ പാതി അടയ്ക്കുക. ശരീരഭാരം താഴ്ത്തി അരക്കെട്ട് നേരെ വയ്ക്കുക. കൂടാതെ ശരീരത്തിൽ വരുന്ന ശ്വാസത്തെപ്പറ്റി മനസ്സിലാക്കുക. ഇനി 2 കൈകളും നമസ്കാര മുദ്രയിൽ വയ്ക്കുക. പ്രണമിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് സംഗച്ഛത്വം സംവദത്വം സംഭോ മനസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജ്ഞാനാന ഉപാസത്തെ സഞ്ജ്ഞാനാന ഉപാസത്തെ. പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളെ ആത്മാവിനെ ഉൾക്കൊള്ളുക. പതുക്കെ നിങ്ങളുടെ ഇരു കൈകളും കണ്ണിലേക്ക് അമർത്തുക. അതിനുശേഷം കൈകൾ രണ്ടും താഴേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഇനി അടുത്ത അഭ്യാസത്തിലേക്ക് പോവുകയാണ്. അടുത്ത അഭ്യാസം ഇതാണ്. ഇനി നമുക്ക് ചാലനക്രിയയിലേക്ക് കടക്കാം. സാധാരണ യോഗാഭ്യാസത്തിൽ 4 ചാലനക്രിയയാണുള്ളത്. ചാലനക്രിയ ചെയ്യുന്നതിനായി നിങ്ങൾ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് നിൽക്കുക. ഇനി ചാലനക്രിയയിലെ ആദ്യത്തെ അഭ്യാസം ക്രീവാ ചാലനക്രിയ. ആദ്യമായി കാലുകൾ രണ്ടും അകത്തി വയ്ക്കുക. ഇരു കൈകളും തളർത്തി താഴ്ത്തിയിടുക. കണ്ണുകൾ രണ്ടും അടച്ച് ശരീരഭാരം ഭൂമിയിലേക്ക് സമർപ്പിക്കുക. ഇനി നിങ്ങളുടെ ശരീരത്തിനെ പൂർണ്ണമായും അനുഭവിച്ചറിയുക. കണ്ണുകൾ പതിയെ തുറക്കുക. ഗ്രേവിയുടെ ആദ്യത്തെ ക്രിയ ചെയ്യുന്നതിനായി ശ്വാസം അകത്തേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കൈകളും അരക്കെട്ടിൽ അമർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് മുന്നോട്ട് വളയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് പിന്നോട്ട് ചെരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇത് വീണ്ടും ആവർത്തിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് പിന്നോട്ട് ചെരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും മധ്യഭാഗത്തേക്ക് വരിക. കഴുത്ത് ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും ചെരിച്ചുകൊണ്ടുള്ള വ്യായാമമാണ് ഇത്. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് വലത് തോളിലേക്ക് ചെരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് ഭാഗത്തേക്ക് ചെരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് വരിക. ഒന്നുകൂടി ശ്വാസം വിട്ടുകൊണ്ട് ഇടതുഭാഗത്തേക്ക് ചെരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുഭാഗത്തേക്ക് ചെരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക്. കഴുത്ത് ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും തിരിക്കുന്ന ക്രിയയാണിത്.
ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് ഇടതുഭാഗത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുഭാഗത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് വരിക. ഒന്നുകൂടി ശ്വാസം വിട്ടുകൊണ്ട് വലതുഭാഗത്തേക്ക് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുഭാഗത്തേക്ക് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് വരിക. ഇനി നാലാമത്തെയും അവസാനത്തെയുമായ ക്രിയയിലേക്ക് വരാം. സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസിൻ്റെ അസുഖമുള്ളവർ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് താഴ്ത്തുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് വൃത്താകൃതിയിൽ ഇടതുഭാഗത്തു കൂടെ ചെരിച്ച് വലതുഭാഗത്തു കൂടെ വന്ന് ക്ലോക്ക് വൈസിൽ മുന്നോട്ട്, ഇടത്തോട്ട്, പിന്നിലേക്ക്, വലത്തോട്ട്, മുന്നിലേക്ക്. ഇനി വിപരീത ദിശയിൽ ശ്വാസം എടുത്തുകൊണ്ട് ഇടത്തോട്ട്, പിന്നോട്ട്, വലത്തോട്ട്, മുന്നോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുഭാഗം പിന്നോട്ട്, വലതുഭാഗം തിരിഞ്ഞ് മുന്നോട്ട് വരിക. ശ്വാസം വിടുക. ഇനി മധ്യഭാഗത്തിലേക്ക് വരിക. കൈകൾ രണ്ടും താഴ്ത്തിയിടുക. ഈ 4 ക്രിയകൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിലുണ്ടായ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട വ്യത്യാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയുക. ഇനി അടുത്ത അഭ്യാസത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചാലനം സ്കന്ധചാലനം. ഈ വ്യായാമം ചെയ്യുവാനായി കാലുകൾ അല്പം അകത്തി വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളും താഴ്ത്തുക. ഒരിക്കൽ കൂടി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴത്തേക്ക്. ഈ ക്രിയ ചെയ്യുമ്പോൾ തോളിൽ വേദനയുള്ളവർ സാവധാനം ശ്രദ്ധിച്ചു ചെയ്യണം. അടുത്തത് സ്കന്ധചക്ര വ്യായാമം. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും തോളിന് സമാന്തരമായി ഉയർത്തുക. ശ്വാസം വിട്ട് വിരലുകൾ കൊണ്ട് തോളിൽ തൊടുക. 2 കൈമുട്ടും മുമ്പോട്ട് കൊണ്ടുവരിക. ശ്വാസം എടുത്ത് മുകളിലേക്കും ശ്വാസം വിട്ട് വൃത്താകൃതിയിൽ താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും ശ്വാസമെടുത്ത് മുകളിലേക്കും ശ്വാസം വിട്ട് താഴത്തേക്കും കൊണ്ടുവരിക. ഇനി വിപരീത ദിശയിൽ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്കും ശ്വാസം പുറത്തേക്ക് വിട്ട് താഴേക്കും കൊണ്ടുവരിക. കൈമുട്ടുകൾ തോളിന് സമാന്തരമായി കൊണ്ടുവരിക. ഇനി കൈകൾ നിവർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക. കണ്ണുകൾ അടച്ചതിന് ശേഷം തോൾഭാഗത്ത് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. സ്കന്ധചാലനക്രിയയും സ്കന്ധചക്രക്രിയയും ചെയ്യുന്നത് മൂലം നിങ്ങളുടെ തോളിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകും. അടുത്തത് കട്ടിചാലനക്രിയ. കട്ടിചാലനക്രിയയുടെ 2 വ്യായാമങ്ങൾ ഇപ്പോൾ ചെയ്യാം. ശരീരം മുന്നോട്ടും പിന്നോട്ടും വളയുന്ന വ്യായാമം ചെയ്യുന്നതിനായി ഇരു കാലുകളും അകത്തി വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ഇരു കൈകളും മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ശരീരം പിന്നിലേക്ക് വളയ്ക്കുക. കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് മധ്യഭാഗത്ത് വരിക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളഞ്ഞ് ഇരു കൈപ്പത്തികളും ഇരു കാലിന് സമീപത്തായി നിലത്ത് തൊടുക. ഒരിക്കൽ കൂടി ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് പിറകിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് മധ്യത്തിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് മുൻപോട്ട്. നിങ്ങൾ ഏത് ആസനം ചെയ്യുകയാണെങ്കിലും ചിട്ടയോടെയും ഒഴിഞ്ഞ വയറിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. ധൃതി പിടിച്ച് ചെയ്യാതിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ടുയർത്തി കൈകൾ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ പഴയ പോലെ പൂർവ്വസ്ഥിതിയിലാക്കുക. കാലുകൾ പൂർവ്വസ്ഥിതിയിലാക്കുക. ഘടിചാലനത്തിൻ്റെ 2ാമത്തെ ക്രിയയ്ക്കായി
കാലുകൾ തമ്മിൽ കുറച്ച് അകലത്തിൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത ശേഷം ഇരു കൈകളും തുടയുടെ ഭാഗത്തുനിന്ന് മുന്നോട്ടുയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരയും കൈകളും കഴുത്തും വലത്തോട്ട് തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നടുവിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് വളയുക. ശ്വാസം എടുത്തുകൊണ്ട് നടുവിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് വലത്തോട്ട് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് നടുവിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തോട്ട് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് നടുവിലേക്ക് വരിക. കൈകൾ പഴയതുപോലെ വയ്ക്കുക. വീണ്ടും കണ്ണുകൾ അടയ്ക്കുക. കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. റെസ്റ്റ് എടുക്കുക. ഇനി ഒരു ദീർഘനിശ്വാസം എടുത്തതിന് ശേഷം അവസാനിപ്പിക്കുക. അവസാനത്തെ സെഷൻ മുട്ടിന് വേണ്ടിയിട്ടുള്ള ചാലനക്രിയയാണ്. മുട്ടുവേദനയുള്ളവരാണെങ്കിൽ ഈ ക്രിയ സാവധാനം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണുകൾ തുറന്ന് ഇരു കാലുകളും അകത്തി വയ്ക്കുക. ശ്വാസം എടുത്തതിന് ശേഷം 2 കൈകളും മുന്നോട്ടുയർത്തുക. ശ്വാസം വിട്ടതിന് ശേഷം മുട്ടുകളിൽ ഊന്നിയിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും തിരിച്ചു വരിക. വീണ്ടും ഇങ്ങനെ ചെയ്ത് ശ്വാസം വിട്ടതിന് ശേഷം മുട്ടുകളിൽ വീണ്ടും ഇരിക്കുക. ശ്വാസം എടുത്തതിന് ശേഷം വീണ്ടും നിവർന്നു നിൽക്കുക. പതുക്കെ കൈകൾ പഴയതുപോലെ വയ്ക്കുക. കാലുകൾ അടുപ്പിച്ച് വെച്ച് റെസ്റ്റ് എടുക്കുക. നമ്മൾ ഈ സെഷനിൽ എല്ലാ ചാലനക്രിയകളും 2 തവണ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലും ക്രമാനുഗതമായി ചെയ്യാവുന്നതാണ്. ഇനി യോഗാസനത്തിൻ്റെ ലെവൽ ഒന്ന് ഉയർത്താം. നിന്നുകൊണ്ടുള്ള യോഗാസനം. നമ്മൾ ഇനി അടുത്ത അഭ്യാസത്തിനായി തയ്യാറെടുക്കാം. ഇനി യോഗാസനത്തിലേക്കുള്ള അഭ്യാസങ്ങളാണ്. ആദ്യം താടാസനമാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു വശത്തേക്ക് തിരിഞ്ഞു നിൽക്കുക. താടാസനം ചെയ്യുവാൻ വേണ്ടി കാലുകൾ കുറച്ച് അകലത്തിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും മുന്നോട്ട് ഉയർത്തുക. വിരലുകൾ തമ്മിൽ കോർത്ത് പിടിച്ച് ശ്വാസം വിട്ടുകൊണ്ട് കൈപ്പത്തികൾ രണ്ടും മലർത്തി വെച്ച് മുകളിലേക്ക് ഉയർത്തുക. വളവുകളൊന്നുമില്ലാതെ ശരീരം നിവർന്നു നിൽക്കുക. എന്തെങ്കിലും ടെൻഷനോ മറ്റോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ശാന്തമായിട്ട് നിൽക്കുക. അടുത്തുള്ള ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പതുക്കെ ഉപ്പൂറ്റികൾ ഉയർത്തി കൈകൾ ബാലൻസ് ചെയ്ത് വയ്ക്കുക. ശ്വാസനിശ്വാസത്തിന് ശേഷം ഈ സ്ഥിതിയിൽ തുടരുക. പതുക്കെ പതുക്കെ ഉപ്പൂറ്റി പഴയ രീതിയിൽ വയ്ക്കുക. കൈകൾ തിരിച്ചു വെച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക. ശ്വാസോച്ഛ്വാസം ചെയ്ത് റെസ്റ്റ് എടുക്കുക. താടാസനം നിങ്ങളുടെ ശരീരത്തെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ശരീരത്തിൻ്റെ ബാലൻസിങ്ങിന് സഹായിക്കുന്ന മറ്റൊരു വ്യായാമമാണ് വൃക്ഷാസനം. ചരിഞ്ഞു നിന്നിടത്തു നിന്നും പതുക്കെ നേരെ നിൽക്കുക. വൃക്ഷാസനത്തെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഒരു സരള വൃക്ഷാസനം ചെയ്യുക. അത് നമ്മുടെ മുമ്പത്തെ സെഷനിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് വലതു കാൽപാദമുയർത്തി ഇടതുകാലിൻ്റെ തുടയിൽ അമർത്തി വയ്ക്കുന്ന രീതിയിൽ നിൽക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും വശങ്ങളിലൂടെ ഉയർത്തി നമസ്കാര മുദ്രയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക. ഇതാണ് ഫൈനൽ പൊസിഷൻ. ഈ പൊസിഷനിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ശാരീരികമായ ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുക. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും പഴയ പൊസിഷനിലേക്ക് വയ്ക്കുക. വലതുകാൽ പഴയതുപോലെ വയ്ക്കുക. കംഫർട്ടബിളായിട്ട് നിൽക്കുക. ഇനി ഈ വ്യായാമം ഇടത്തെ കാലുകൊണ്ട് ചെയ്യുക. ഇടതു കാൽപാദം ഉയർത്തി വലതു കാലിൻ്റെ തുടയിൽ കാൽവിരലുകൾ താഴോട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക. കാലുകൾ വെച്ച ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും ഉയർത്തി നമസ്കാര മുദ്രയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക. വൃക്ഷാസനം ന്യൂറോ മസ്കുലർ കോർഡിനേഷന് വളരെയധികം സഹായിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. 2 കാലും പൂർവ്വസ്ഥിതിയിലേക്ക് വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം വൃക്ഷാസനം നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാലുകളിലെ മാംസപേശികളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നും ശ്വാസോച്ഛ്വാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നുവെന്നും
മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ആസനത്തിനു വേണ്ടി തയ്യാറെടുക്കുക. അടുത്തത് പാദഹസ്താസനമാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഒരു വശം ചെരിഞ്ഞു നിൽക്കുക. പാദഹസ്താസനം ചെയ്യാൻ പറ്റാത്തവർ സർവപാദഹസ്താസനം ചെയ്യേണ്ടതാണ്. ഇവിടെ പൂർണ്ണ രൂപത്തിലുള്ള പാദഹസ്താസനമാണ് ചെയ്യുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുവളയ്ക്കാതെ കൈപ്പത്തി മുന്നോട്ട് കൊണ്ടുപോയി തറയിൽ മുട്ടിച്ചു വയ്ക്കുക. നടുവേദനയുള്ളവർ ഈ വ്യായാമം പതുക്കെ ചെയ്യേണ്ടതാണ്. എത്രത്തോളം കുനിയാൻ പറ്റുമോ അത്രത്തോളം കുനിഞ്ഞ് ഇരു കൈപ്പത്തികളും ഇരുപാദത്തിൻ്റെ അരികിലായി കൊണ്ടുവയ്ക്കുക. കഴുത്ത് താഴേക്കാക്കി ഇരുപാദങ്ങളുടെ ഇടയിലും വയ്ക്കുക. ഇതാണ് പൂർണ്ണ ഹസ്താസനത്തിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഉപ്പൂറ്റി മുതൽ നിതംബം വരെയുള്ള ഭാഗം നേർരേഖയിൽ നിർത്തുക. തോൾ ഭാഗം അയച്ചിടുക. ശ്വാസോച്ഛ്വാസം തുല്യനിലയിലായിരിക്കണം. പതുക്കെ പതുക്കെ അരക്കെട്ട് വളച്ച് കൈകൾ മുന്നോട്ട് നീക്കി തിരിച്ചു വരാൻ ശ്രമിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് നിവർന്നു നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിലൂടെ 2 കൈകളും താഴേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ മുന്നോട്ട് വളയുന്നതുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാം. അതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നോട്ട് വളയുന്ന വ്യായാമം അഥവാ അർദ്ധചക്രാസനം ചെയ്യാം. ഈ ക്രിയ ചെയ്യുന്നത് മൂലം ശ്വാസകോശത്തിൻ്റെ കാര്യക്ഷമത കൂട്ടാനുപകരിക്കും. കണ്ണുകൾ അടയ്ക്കുക. കൈകൾ രണ്ടും അരക്കെട്ടിൽ വയ്ക്കുക. 2 കൈമുട്ടും ഒരുപോലെ പിന്നോട്ട് വളയ്ക്കുക. കൈകളിങ്ങനെ പിന്നോട്ട് വളച്ച് നിൽക്കുമ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗം വികസിച്ച് നിൽക്കണം. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് പിന്നിലേക്കാക്കി ശരീരം പിന്നിലേക്ക് വളയ്ക്കുക. കാൽമുട്ട് വളയാതെ നിവർന്നിരിക്കണം. കണ്ണുകൾ തുറന്നിരിക്കണം. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്ത് പെർഫെക്റ്റായി ബാലൻസ് ചെയ്ത് നിൽക്കുക. തൊണ്ടയിലോ ശ്വാസനാളിയിലോ ഒരു തുള്ളി പോലും ശ്വാസമില്ലെന്ന് ഉറപ്പിക്കുക. ഇനി പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. കൈകൾ പഴയതുപോലെ വയ്ക്കുക. വിശ്രമിക്കുക. അടുത്ത വ്യായാമം ത്രികോണാസനമാണ്. ത്രികോണാസനത്തിന് വേണ്ടി ശരീരം പൊസിഷൻ മാറ്റി നേരെ നിൽക്കുക. ഇനി 2 കാലുകളും കുറച്ചധികം വിസ്തൃതിയിൽ അകത്തി വയ്ക്കുക. കാലുകൾ തമ്മിൽ ഉരയാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാൽപാദം മുന്നോട്ട് വരുന്ന രീതിയിലായിരിക്കണം കാലുകൾ വയ്ക്കേണ്ടത്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിലേക്ക് ഉയർത്തുക. കൈപ്പത്തികൾ പുറത്തേക്ക് തുറന്ന രീതിയിൽ വേണം കൈകൾ വയ്ക്കുവാൻ. ശ്വാസമെടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വലതുഭാഗത്തേക്ക് ചെരിയുക. വലത് കാൽപാദത്തിന് പിറകിലായിട്ട് വലത് കൈവിരലുകൾ മുട്ടിക്കുക. പതുക്കെ കൈ തിരിച്ച് ഇടത് കൈവിരലിലേക്ക് നോക്കുക. ഇതാണ് ത്രികോണാസനത്തിലെ ഫൈനൽ പൊസിഷൻ. നിങ്ങളുടെ ശരീരത്തിൻ്റെ മധ്യഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പതുക്കെ നടുവിലേക്ക് വരിക. എന്നിട്ട് പൂർവ്വസ്ഥിതിയിൽ നിൽക്കുക. ഈ വ്യായാമം ഇടത് കാല് വെച്ചും ചെയ്യുക. പതുക്കെ ഇടതുകാല് ഇടതുവശത്തേക്ക് തിരിച്ചു വയ്ക്കുക. ഇടതുവശത്തേക്ക് ചെരിയുക. ഇടത് കൈവിരൽ കൊണ്ട് ഇടത് പാദത്തിൻ്റെ പിൻവശത്ത് തൊടുക. ശരീരം മധ്യഭാഗത്ത് ഉറപ്പിച്ച ശേഷം കഴുത്ത് വളച്ച് വലത് കൈവിരലിലേക്ക് നോക്കുക. 2 കൈകളും ഒരേ നേർരേഖയിൽ വരാൻ ശ്രദ്ധിക്കുക. സാധാരണ പോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഇനി പതുക്കെ പതുക്കെ തിരിച്ചു വരിക. 2 കൈകളും താഴ്ത്തി വയ്ക്കുക. കാലുകൾ രണ്ടും അടുപ്പിച്ചു വയ്ക്കുക. കാലുകൾ അടുപ്പിച്ചു വെച്ച് കണ്ണുകൾ അടയ്ക്കുക. ത്രികോണാസനം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സൂക്ഷ്മക്രിയയും 5 ആസനക്രിയയും ചെയ്താലുണ്ടാകുന്ന ഗുണങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഇനി അടുത്ത വ്യായാമത്തിന് വേണ്ടി സ്വയം തയ്യാറാവുക.
ഇനി ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങളാണ് പഠിക്കുന്നത്. കണ്ണുകൾ തുറക്കുക, പതുക്കെ ഇരിക്കുക. ആദ്യം തന്നെ കാലുകൾ നീട്ടിവെക്കുക. കൈകൾ പിന്നിലേക്ക് വെച്ചുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. കാൽപാദങ്ങൾ പുറത്തേക്ക് വിടർത്തിവെക്കുക. ഇനി വിശ്രമാസനത്തിൽ വിശ്രമിക്കുക. ഇതാണ് വിശ്രമാസനം. ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്രമാസനം. ഇനി നമുക്ക് അടുത്ത വ്യായാമത്തിലേക്ക് കടക്കാം. അടുത്തതായി ദണ്ഡാസനം ചെയ്യാം. 2 കാലുകളും അടുപ്പിച്ച് വയ്ക്കുക. 2 കൈകളും നിതംബത്തിനടുത്തായിട്ട് വയ്ക്കുക. കൈവിരലുകൾ കാൽപാദത്തിന് അഭിമുഖമായിട്ട് വയ്ക്കുക. പതുക്കെ അരക്കെട്ട് ഉയർത്തി സ്ട്രെയിറ്റായിട്ട് ഇരിക്കുക. കഴുത്ത് ഉയർത്തി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ണുകൾ അടച്ച് ഓരോ ശ്വാസവും അനുഭവിച്ചറിയുക. ഓരോ ശ്വാസവും അനുഭവിച്ചറിയുക. ഇനി പതുക്കെ തിരിച്ച് വിശ്രമാസനത്തിലേക്ക് വരിക. കാലുകൾ അകത്തിവെച്ച് വിശ്രമിക്കുക. അടുത്ത വ്യായാമം വജ്രാസനമാണ്. മുൻപ് ദണ്ഡാസനത്തിലിരുന്ന പോലെ ഇരിക്കുക. കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. 2 കൈകളും നിതംബത്തിന് സമീപം വയ്ക്കുക. വലത് കാല് മടക്കി വലത് നിതംബത്തിനടിയിൽ വയ്ക്കുക. അതുപോലെ ഇടതുകാൽ മടക്കി ഇടത് നിതംബത്തിനടിയിൽ വയ്ക്കുക. 2 കൈകളും നിതംബത്തിന് സമീപം വെച്ച് ഉപ്പൂറ്റി ശരിയാക്കി വയ്ക്കുക. പതുക്കെ 2 കൈകളുമെടുത്ത് കാൽമുട്ടിന് മുകളിൽ വയ്ക്കുക. ഈ പൊസിഷനാണ് വജ്രാസനം എന്നറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ വജ്രാസനത്തിൽ ഇങ്ങനെ പറയുന്നു: നിതംബത്തിൻ്റെ സ്ഥാനം 2 ഉപ്പൂറ്റിയുടെയും ഇടയിലാണ് വരേണ്ടത്. യോഗാസനത്തിൽ വജ്രാസനം വളരെ പ്രധാനപ്പെട്ട ഒരു ആസനമാണ്. പതുക്കെ കണ്ണുകൾ തുറക്കുക. വജ്രാസനം കഴിഞ്ഞാൽ അടുത്ത വ്യായാമമാണ് അർദ്ധ ഉഷ്ട്രാസനം. ഉഷ്ട്രാസനം ചെയ്യാൻ കഴിയാത്തവർക്ക് അർദ്ധ ഉഷ്ട്രാസനം ചെയ്യാം. പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. മുട്ടിലൂന്നി എഴുന്നേറ്റ് നിൽക്കുക. കാലുകൾ തമ്മിൽ ഏതാനും ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും നിതംബത്തിൽ വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പരമാവധി പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും പുറകിലേക്ക് വളയുക. ഇങ്ങനെ സമാന്തരമായി നിന്ന ശേഷം സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. പതുക്കെ പതുക്കെ തിരിച്ചു വരിക. ഇനി വജ്രാസനത്തിൽ ഇരിക്കുക. വിശ്രമിക്കുക. ഉഷ്ട്രാസനം ചെയ്യേണ്ടാത്തവർ വീണ്ടും ഒരിക്കൽ കൂടി വൃക്ഷാസനം ചെയ്യുക. അർദ്ധ ഉഷ്ട്രാസനം ഉഷ്ട്രാസനം ചെയ്യുന്നതിന് മുൻപുള്ള തയ്യാറെടുപ്പാണ്. അർദ്ധ ഉഷ്ട്രാസനം ശ്വാസകോശത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം ബാക്ക് പെയിൻ കുറയ്ക്കാനും സഹായിക്കുന്നു. പതുക്കെ പതുക്കെ തിരിച്ചു വരിക. ഇനി വജ്രാസനത്തിൽ ഇരിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന വ്യായാമമാണ് ഉഷ്ട്രാസനം. ഇതിൽ നമ്മൾ അരക്കെട്ട് ഉയർത്തി വെച്ചിട്ടുള്ള പൊസിഷനിലാണ് വ്യായാമം ചെയ്യുന്നത്. പതുക്കെ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഉയർന്ന് മുട്ടിലൂന്നി നിൽക്കുക. കാൽപാദങ്ങളും കാൽമുട്ടും കുറച്ച് ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പുറകിലേക്ക് വളയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പതുക്കെ പുറംഭാഗം പിന്നിലേക്ക് വളച്ച് കൈകൾ രണ്ടും കാൽപാദത്തിൻ്റെ അടിയിൽ വയ്ക്കുക. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഈ പൊസിഷനിൽ തുടരുക. ചിലപ്പോഴൊക്കെ ആളുകൾ ഓരോ കൈകളായിട്ടായിരിക്കും പുറകിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ പൊസിഷൻ ബാലൻസിങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ഇനി വീണ്ടും പതുക്കെ വജ്രാസനത്തിലിരിക്കുക. ഇനി ഈ ആസനം നിങ്ങളിലുണ്ടാക്കിയ മാറ്റം അനുഭവിച്ചറിയുക.
ഉഷ്ട്രാസനം നിങ്ങളുടെ നട്ടെല്ലിനെ ഫ്ലെക്സിബിൾ ആക്കുന്നു. ജലദോഷത്തിന് നല്ലൊരു പരിഹാരമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഇനി അടുത്ത വ്യായാമം ചെയ്യാം. അതിനായി കണ്ണുകൾ തുറക്കുക. അടുത്ത വ്യായാമം ശശകാസനം. ബാക്ക്വേർഡ് ബെൻഡിങ്ങിന് ശേഷം ഫോർവേഡ് ബെൻഡിങ്, അല്ലെങ്കിൽ പിന്നോട്ട് വളഞ്ഞിട്ടുള്ള വ്യായാമത്തിന് ശേഷം മുന്നോട്ട് വളഞ്ഞുള്ള വ്യായാമം. 2 മുട്ടുകളും വിടർത്തി വയ്ക്കുക. കൈകൾ 2 മുട്ടുകൾക്കിടയിലായി വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ട് കൈകൾ 2 മുന്നിലേക്ക് വളയ്ക്കുക. താടിയും നെഞ്ചും വയറും പരമാവധി നിലത്ത് മുട്ടുന്ന രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത്. നിതംബം ഉയർത്തരുത്, തല ഉയർത്തരുത്. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്ത് ഈ പൊസിഷനിൽ ഇരിക്കുക. പതുക്കെ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. കൈകൾ 2 തിരിച്ച് മുട്ടിൻ്റെ മുകളിൽ വയ്ക്കുക. വജ്രാസനത്തിൽ വീണ്ടും ഇരിക്കുക. ആസനം കൊണ്ടുള്ള ഗുണങ്ങൾ അനുഭവിച്ചറിയുക. ശ്വാസോച്ഛ്വാസത്തിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. പെൽവിക് മസിൽസിനെ റിലാക്സ് ചെയ്യുന്നു. ഈ ആസനം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ അരക്കെട്ടിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കും ഉദരസംബന്ധമായ രോഗങ്ങൾക്കും മാനസികമായ സംഘർഷങ്ങൾക്കും വളരെ നല്ല പരിഹാരമാണ്. ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങളിൽ അടുത്തത് ഉത്താൻ മണ്ഡൂകാസനമാണ്. ഉത്താൻ മണ്ഡൂകാസനം ചെയ്യുന്നതിനായി ഒരിക്കൽ കൂടി കാൽമുട്ടുകൾ വിടർത്തിയിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തുക. അരക്കെട്ടും കൈകളും സ്ട്രെയിറ്റായിട്ട് വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും പിറകിലേക്ക് വളച്ച് വിപരീത തോളുകളിൽ തൊടുക. വലത് കൈകൊണ്ട് ഇടത് തോളിലും ഇടത് കൈകൊണ്ട് വലത് തോളിലും തൊടുക. കൈമുട്ടുകൾ മുകളിലേക്ക് വയ്ക്കുക. കഴുത്തും അരക്കെട്ടും സ്ട്രെയിറ്റായിട്ട് വയ്ക്കണം. ഇനി കണ്ണുകളടച്ച് സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്ത് ഈ പൊസിഷനിൽ തന്നെ ഇരിക്കുക. ഇതാണ് ഉത്താന മണ്ഡൂകാസനത്തിൻ്റെ ഫൈനൽ പൊസിഷൻ. പതുക്കെ പതുക്കെ ഉത്താന മണ്ഡൂകാസനത്തിൽ നിന്നും തിരിച്ചു വരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ പഴയതുപോലെ തിരിച്ചു വരിക. കാലുകൾ അടുത്ത് വെച്ച് പഴയതുപോലെ വജ്രാസനത്തിൽ ഇരിക്കുക. ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങളിൽ അവസാനത്തേതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. വക്രാസനം. വക്രം എന്നാൽ വളഞ്ഞത്. അതുകൊണ്ട് ശരീരം വളയ്ക്കുന്നതിനും തിരിക്കുന്നതിനും തയ്യാറാവുക. വക്രാസനം. ആദ്യം ദണ്ഡാസനത്തിൻ്റെ പൊസിഷനിലേക്ക് വരിക. വക്രാസനത്തിൻ്റെ പൂർണ്ണ പൊസിഷനിൽ ഇരിക്കാൻ പറ്റാത്തവർ സരള വക്രാസനം ചെയ്യുക. ദണ്ഡാസനത്തിൽ നിന്ന് വക്രാസനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അരക്കെട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. പതുക്കെ വലത് കാൽപാദം മടക്കി ഇടത് കാൽമുട്ടിന് അടുത്തായിട്ട് വയ്ക്കുക. ഇനി പതുക്കെ വലതു കൈ പുറകിലേക്ക് വയ്ക്കുക. കൈവിരലുകൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ മുട്ടിന് മുകളിലൂടെ ഉയർത്തി വലതു കാൽപാദത്തിന് അരികിലായിട്ട് വയ്ക്കുക. ശ്വാസം മുഴുവനായിട്ട് പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം എടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് ശരീരം വലതു ഭാഗത്തേക്ക് തിരിക്കുക. ഇതാണ് വക്രാസനത്തിൻ്റെ ഫൈനൽ പൊസിഷൻ. ഈ പൊസിഷൻ നിങ്ങളുടെ നട്ടെല്ലുണ്ടാക്കുന്ന ഇഫക്റ്റ് എന്താണെന്നറിയാൻ ശ്രമിക്കുക. ഈ ആസനം നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും. പതുക്കെ പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇനി ഈ വ്യായാമം ഇടതുവശം വെച്ച് ചെയ്യുക. പതുക്കെ ഇടതുകാൽ മടക്കി വലത് കാൽമുട്ടിനടുത്തേക്ക് വയ്ക്കുക. ഇടത് കൈ പിന്നിലേക്ക് തിരിച്ചു വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ ഇടത് കാൽമുട്ടിന് മുകളിലൂടെ ഉയർത്തി ഇടത് കാൽമുട്ടിന് സമീപം വയ്ക്കുക. കാൽപാദത്തിനരികിൽ വയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കാൽവിരലിൽ പിടിച്ചാലും മതി. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പിന്നിലേക്ക് തിരിയുക. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ഈ പൊസിഷനിൽ ഇരിക്കാം.
ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമാകുന്നു. ഇനി പതുക്കെ തിരിച്ചു വരിക. കൈകൾ പഴയ പോലെ കൊണ്ടുവരിക. കാലുകൾ നിവർത്തി വയ്ക്കുക. ഇനി വിശ്രമാസനത്തിൽ വിശ്രമിക്കുക. ഇനി അടുത്ത വ്യായാമത്തിലേക്ക് കിടക്കാം. അടുത്ത വ്യായാമം കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള വ്യായാമമാണ്. പതുക്കെ കമിഴ്ന്ന് കിടക്കുക. ഇവിടെ നമ്മൾ 3 ആസനങ്ങളാണ് ചെയ്യുന്നത്. ആദ്യത്തേത് മകരാസനമാണ്. പിന്നീട് സരൾ ഭുജംഗാസനവും ശലഭാസനവും. മകരാസനത്തിനായി കാൽപാദങ്ങൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ 2 കാലുകളും അകത്തി വയ്ക്കുക. കൈമുട്ടുകൾ വളച്ച് 2 കൈപ്പത്തികളും ഒന്നിനു മുകളിൽ ഒന്നായി വയ്ക്കുക. അതിനു മുകളിൽ നിങ്ങളുടെ മുഖം ചെരിച്ചു വെച്ച് വിശ്രമിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇതാണ് മകരാസനം. അതിനുശേഷം ദീർഘനിശ്വാസം എടുക്കുക. മകരാസനം കിടന്നുകൊണ്ടുള്ള ആസനങ്ങളിലെ വിശ്രമിക്കുന്ന പൊസിഷനാണ്. ഇതിനുശേഷം നമ്മൾ അടുത്ത വ്യായാമം ചെയ്യുന്നത് സരൾ ഭുജംഗാസനം. 2 കാലുകളും അടുപ്പിച്ച് വയ്ക്കുക. 2 കൈകളും മുന്നോട്ട് നിവർത്തി വയ്ക്കുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വളച്ച് പതുക്കെ ശരീരത്തിനടുത്തേക്ക് കൊണ്ടുവരിക. വിരലുകൾ മുട്ടിച്ചുകൊണ്ട് കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പതുക്കെ ഉയർത്തുക. നെഞ്ചിൻ്റെ ഭാഗം മുകളിലേക്ക് ഉയർത്തുക. കൈമുട്ടുകളിലൂന്നി പുറകിലേക്ക് വളയുക. എത്രത്തോളം വളയാൻ പറ്റുമോ അത്രത്തോളം പിറകിലേക്ക് വളയുക. ഈ ആസനം പുറംവേദന ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. വീണ്ടും മകരാസനത്തിൽ വിശ്രമിക്കുക. ക്രമാനുസൃതമായി ഓരോ ആസനങ്ങളും ചെയ്യുക. നമ്മൾ ഈ ആസനങ്ങൾ ചെയ്യുന്നത് മൂലം നമ്മുടെ ശരീരം അയവുള്ളതും ആരോഗ്യപ്രദവുമായി മാറുന്നു. അടുത്ത വ്യായാമം ശലഭാസനം. ശലഭാസനം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അർദ്ധശലഭാസനം ചെയ്യാം. ശലഭാസനത്തിനു വേണ്ടി കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. 2 കൈകളും തുടയുടെ സമീപം കമിഴ്ത്തി വയ്ക്കുക. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് മുട്ടുകൾ വളയ്ക്കാതെ കാലുകൾ ഉയർത്തുക. കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് വെച്ച് കൈപ്പത്തി കമിഴ്ത്തി വയ്ക്കുക. പതുക്കെ കാലുകൾ ഉയർത്തി ഹോൾഡ് ചെയ്ത് പിടിക്കുക. പതുക്കെ തിരിച്ചു വരിക. തിരിച്ച് കാലുകൾ പതുക്കെ താഴ്ത്തി പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ അകത്തി വയ്ക്കുക. വിശ്രമിക്കുക. ശലഭാസനം കാലുകളുടെ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. മകരാസനത്തിൽ വിശ്രമിക്കുക. ശലഭാസനം ചെയ്യാൻ സാധിക്കാത്തവർക്ക് അർദ്ധശലഭാസനം ചെയ്യാം. 1-2 തവണ ആഴത്തിൽ ശ്വാസമെടുക്കുക. മകരാസനത്തിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ഈ ആസനം നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കിയ മാറ്റം അനുഭവിച്ചറിയുക. ഇനി നമ്മൾ അവസാനത്തെ ആസനങ്ങളിലേക്കാണ് കടക്കുന്നത്. മലർന്നു കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ. പതുക്കെ ഒരു വശത്ത് കൂടി ചെരിഞ്ഞ് മലർന്ന് നിവർന്ന് കിടക്കുക. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പുതിയ ആസനങ്ങളെപ്പറ്റി ഇവിടെ പറഞ്ഞിരുന്നു. ഉത്താൽ പാദാസനം, അർദ്ധഹാലാസനം. ഇത് പാദപവന മുക്താസനം. ഇതിലെ ഓരോ വ്യായാമങ്ങളും മലർന്നു കിടന്ന് ചെയ്യേണ്ട ആസനങ്ങളാണ്. ഇത് പാദപവന മുക്താസനം. ഇതിലെ ഓരോ വ്യായാമങ്ങളും മലർന്നു കിടന്ന് ചെയ്യേണ്ട ആസനങ്ങളാണ്. ഉക്താൻ പാദാസനത്തിന് വേണ്ടി 2 കാലുകളും നിവർത്തി അടുപ്പിച്ച് വയ്ക്കുക. 2 കൈകളും കാലിൻ്റെ അടുത്ത് വയ്ക്കുക. മുൻപ് നമ്മൾ ഇതിലെ എളുപ്പമുള്ള ഭാഗങ്ങളായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ മുഴുവനായിട്ടും ചെയ്യും. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും മുട്ടുമടക്കാതെ മുകളിലേക്ക് ഉയർത്തുക. കാൽ ഏകദേശം 30 ഡിഗ്രി ചെരിവിൽ വെച്ചതിന് ശേഷം പെരുവിരലിലേക്ക് നോക്കുക. ഉത്താൻ പാദാസനം നിങ്ങളുടെ നാഭിഭാഗത്ത് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക, വിട്ടുകൊണ്ടിരിക്കുക. പതുക്കെ പതുക്കെ കാലുകൾ താഴ്ത്തി വയ്ക്കുക. ശേഷം വിശ്രമിക്കുക.
ഉക്താൻ പാദാസനത്തിന് വേണ്ടി 2 കാലുകളും നിവർത്തി അടുപ്പിച്ച് വയ്ക്കുക. 2 കൈകളും കാലിൻ്റെ അടുത്ത് വയ്ക്കുക. മുൻപ് നമ്മൾ ഇതിലെ എളുപ്പമുള്ള ഭാഗങ്ങളായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ മുഴുവനായിട്ടും ചെയ്യും. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും മുട്ടുമടക്കാതെ മുകളിലേക്ക് ഉയർത്തുക. കാൽ ഏകദേശം 30 ഡിഗ്രി ചെരിവിൽ വെച്ചതിന് ശേഷം പെരുവിരലിലേക്ക് നോക്കുക. ഉത്താൻ പാദാസനം നിങ്ങളുടെ നാഭിഭാഗത്ത് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക, വിട്ടുകൊണ്ടിരിക്കുക. ശേഷം വിശ്രമിക്കുക. കൈകളും കാലുകളും അകത്തി വയ്ക്കുക. ആസനത്തിൻ്റെ ഗുണങ്ങളോടെ വിശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും മുട്ടുമടക്കാതെ മുകളിലേക്ക് ഉയർത്തുക. കാൽ ഏകദേശം 30 ഡിഗ്രി ചെരിവിൽ വെച്ചതിന് ശേഷം പെരുവിരലിലേക്ക് നോക്കുക. ഉത്താൻ പാദാസനം നിങ്ങളുടെ നാഭിഭാഗത്ത് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക, വിട്ടുകൊണ്ടിരിക്കുക. പതുക്കെ പതുക്കെ കാലുകൾ താഴ്ത്തി വയ്ക്കുക. ശേഷം വിശ്രമിക്കുക. കൈകളും കാലുകളും അകത്തി വയ്ക്കുക. ആസനത്തിൻ്റെ ഗുണങ്ങളോടെ വിശ്രമിക്കുക. അടുത്ത വ്യായാമം അർദ്ധഹാലാസനമാണ്. ഇത് ചെയ്യാൻ പറ്റാത്തവർ എളുപ്പമുള്ള ഭാഗം ചെയ്യുക. അർദ്ധഹാലാസനം ചെയ്യുന്നതിനായി ഒരിക്കൽ കൂടി കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. കൈപ്പത്തി കമഴ്ത്തി തുടയ്ക്ക് ഇരുവശവും വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മുട്ടുവളയ്ക്കാതെ 2 കാലുകളും പതുക്കെ മുകളിലേക്ക് ഉയർത്തുക. കാലുകൾ 90 ഡിഗ്രി കോണളവിൽ വയ്ക്കുക. ഉപ്പൂറ്റി മുതൽ നിതംബം വരെ കാൽമുട്ടുകളടക്കം സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഈ ആസനം ഹൈപ്പർ ടെൻഷൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുപോലെ വേരിക്കോസ് വെയിൻ ഭേദപ്പെടാനും സഹായിക്കുന്നു. പതുക്കെ പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. വിശ്രമിക്കുക. വലതുകാൽ മടക്കി വയ്ക്കുക. ഇനി ഇടതുകാൽ പതുക്കെ മുട്ടുമടക്കാതെ മുകളിലേക്ക് ഉയർത്തുക. ഇടത്തേക്കാൽ 90 ഡിഗ്രി ആംഗിളിൽ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി പതുക്കെ ഇടതുകാൽ താഴത്തേക്ക് വയ്ക്കുക. വലതുകാൽ നിവർത്തി വയ്ക്കുക. ഇനി ഇടതുകാൽ മുട്ടുമടക്കി വയ്ക്കുക. ഇനി വലത്തേക്കാൽ മുട്ടുമടക്കാതെ 90 ഡിഗ്രിയിൽ വയ്ക്കുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴത്തേക്ക് വയ്ക്കുക. ഇടത്തേക്കാൽ നിവർത്തി വയ്ക്കുക. റിലാക്സ് ചെയ്യുക. ഈ വ്യായാമം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ്. അടുത്ത വ്യായാമം അർദ്ധഹാലാസനമാണ്. ഇത് ചെയ്യാൻ പറ്റാത്തവർ എളുപ്പമുള്ള ഭാഗം ചെയ്യുക. അർദ്ധഹാലാസനം ചെയ്യുന്നതിനായി ഒരിക്കൽ കൂടി കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. കൈപ്പത്തി കമഴ്ത്തി തുടയ്ക്ക് ഇരുവശവും വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മുട്ടുവളയ്ക്കാതെ 2 കാലുകളും പതുക്കെ മുകളിലേക്ക് ഉയർത്തുക. കാലുകൾ 90 ഡിഗ്രി കോണളവിൽ വയ്ക്കുക. ഉപ്പൂറ്റി മുതൽ നിതംബം വരെ കാൽമുട്ടുകളടക്കം സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഈ ആസനം ഹൈപ്പർ ടെൻഷൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുപോലെ വേരിക്കോസ് വെയിൻ ഭേദപ്പെടാനും സഹായിക്കുന്നു. പതുക്കെ പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. വിശ്രമിക്കുക. ഇവിടെ നമ്മൾ ശ്വാസം പിടിച്ചു വയ്ക്കുന്നത് 3, 4, 5 തവണയാകാം. പക്ഷേ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ആസനത്തിൻ്റെ ശൈലി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ അളവ് കൂട്ടണം. ശ്വാസം പിടിച്ചു വയ്ക്കുന്നതിൻ്റെയും അളവ് കൂട്ടണം.
അടുത്ത അഭ്യാസം ഏകപാദ പവനമുദ്ര. അതിനുശേഷം ദ്വിപാദ പവനമുദ്ര. രണ്ട് കാലും അടുപ്പിച്ച് വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ മടക്കി ചെസ്റ്റിനടുത്തേക്ക് പിടിക്കുക. കൈകൾ കോർത്ത് മുട്ടിന് താഴ്ഭാഗത്ത് പിടിക്കുക. ഒരു പ്രാവശ്യം ആഴത്തിൽ ശ്വാസമെടുക്കുക. ശ്വാസം വിട്ടതിന് ശേഷം പതുക്കെ കഴുത്തുയർത്തുക. മൂക്കും കാൽമുട്ടും മുട്ടിക്കാൻ ശ്രമിക്കുക. ഇടതുകാൽ ഉയർത്തുക. വിരലുകൾ പുറത്തേക്കാക്കി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഏകപാദ പവനമുക്താസനം. കഴുത്ത് പൊക്കി വയ്ക്കാൻ സാധിക്കാത്തവർ ഒരു കാൽ മാത്രം പൊക്കി വ്യായാമം ചെയ്യുക. രണ്ടാമത്തെ കാല് വിശ്രമാവസ്ഥയിൽ വയ്ക്കുക. ഇനി പതുക്കെ തിരികെ വരാം. കാലുകൾ പഴയ പോലെ വെച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഈ വ്യായാമം മറ്റേ കാല് വെച്ചു ചെയ്യുക. എത്രമാത്രം അടുപ്പിച്ച് വയ്ക്കാൻ പറ്റുമോ അത്രമാത്രം കാലുകൾ മുകളിലേക്ക് അടുപ്പിച്ച് വയ്ക്കുക. ഇതാണ് ഫൈനൽ പൊസിഷൻ. ഫൈനൽ പൊസിഷനിൽ സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ശ്വാസം പിടിച്ചു വയ്ക്കേണ്ടതില്ല. ഇനി തിരിച്ചു വരിക. കാലുകൾ നേരെ വയ്ക്കുക. കൈകൾ തുടയുടെ സമീപത്തായിട്ട് വയ്ക്കുക. ഇനി അടുത്ത വ്യായാമത്തിലേക്ക് കടക്കാം. അടുത്തത് പവനമുക്താസനം. പവനമുക്താസനത്തിനു വേണ്ടി കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. കൈകൾ തുടയുടെ സമീപത്തേക്ക് വയ്ക്കുക. സ്വയം തയ്യാറാവുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത ശേഷം രണ്ട് കാലുകളും പതുക്കെ മുകളിലേക്ക് ഉയർത്തുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുകൾ വളച്ച് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് അടുപ്പിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് കൈകൾ കൊണ്ട് മുട്ടിന് താഴെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് നെഞ്ചിലേക്ക് അമർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പതുക്കെ കഴുത്ത് ഉയർത്തുക. മൂക്കും താടിയും കാൽമുട്ടിനിടയിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക. പവനമുക്താസനം ദഹന പ്രക്രിയയ്ക്ക് വളരെയധികം ഗുണമാണ്. പതുക്കെ പതുക്കെ തിരിച്ചു വരിക. കഴുത്ത് പഴയ പോലെ വയ്ക്കുക. കൈകൾ രണ്ടും തുടയുടെ അടുത്ത് വയ്ക്കുക. കാലുകൾ പൊന്തിച്ച് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇനി അടുത്ത വ്യായാമം ശവാസനമാണ്. ശവാസനം ഇന്ന് ചെയ്ത മലർന്നു കിടന്ന ആസനങ്ങളിൽ അവസാനത്തെ ആസനമാണ്. ശവാസനത്തിന് വേണ്ടി കാലുകൾ അകത്തി വയ്ക്കുക. കാൽപാദങ്ങൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. കൈകൾ തുടയുടെ ഭാഗത്തു നിന്നും കുറച്ച് മാറ്റി മലർത്തി വയ്ക്കുക. വിരലുകൾ വിടർത്തിയിടുക. ഒരു പ്രാവശ്യം ശ്വാസം ആഴത്തിൽ എടുക്കുക. ശ്വാസം ആഴത്തിൽ പുറത്തേക്ക് വിടുക. ഇതാണ് ശവാസനം. ഈ അവസ്ഥ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശ്വാസോച്ഛ്വാസഗതിയെയും ശാന്തവും സമാധാനപൂർണവുമാക്കുന്നു. ടെൻഷനും ആശങ്കകളും ആകുലതകളും ഒഴിവാക്കി നിങ്ങളെ പൂർണ്ണമായും സമാധാനത്തിലേക്ക് നയിക്കുന്നു. ശാന്തമായിരിക്കുക. ഇനി ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. ഓരോ ശ്വാസോച്ഛ്വാസത്തിന് ശേഷവും ശരീരം ശിഥിലമാക്കി വയ്ക്കുക. എൻ്റെ ശരീരം പൂർണ്ണമായും ശിഥിലമായി കിടക്കുകയാണെന്ന് സ്വയം മനസ്സിൽ വിചാരിക്കുക. ഓരോ ശ്വാസോച്ഛ്വാസത്തിന് ശേഷം നമ്മൾ പൂർണ്ണമായും ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നീങ്ങും. ശവാസനം മലർന്നു കിടന്ന് വിശ്രമാവസ്ഥയിൽ ചെയ്യുന്ന ആസനങ്ങളിൽ ഒന്നാണ്. പരമാവധി ശ്വാസം അകത്തേക്ക് എടുക്കുക. എന്നിട്ട് പതിയെ പുറത്തേക്ക് വിടുക. ശരീരം വീണ്ടും ശിഥിലവും ശാന്തവുമായി വയ്ക്കുക. ശവാസനം മനസ്സിനും ശരീരത്തിനും ശാന്തി നൽകുന്നു.
നമുക്ക് അടുത്ത വ്യായാമം ചെയ്യുന്നതിനുള്ള എനർജി പ്രദാനം ചെയ്യുന്നു. അതിലൂടെ നമുക്ക് അടുത്ത വ്യായാമത്തിനുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. ഇനി നമുക്ക് അടുത്ത വ്യായാമത്തിലേക്ക് പോകാം. അതിനു മുമ്പായി ശവാസനത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാം. ഉള്ളിൽ നിന്നും ആഴത്തിൽ ശ്വാസം എടുക്കുക. പതിയെ പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. കൈകാൽ വിരലുകൾ പതിയെ അനക്കുക. 2 കൈകളിലെ വിരലുകൾ അനക്കുക. കാലുകളിലെ വിരലുകൾ അനക്കുക. 2 കാലുകളും പതിയെ അടുപ്പിച്ച് വയ്ക്കുക. കാൽപാദം പതിയെ ഉയർത്തി വെച്ച് 2 കൈകളും തലയ്ക്ക് മുകളിലൂടെ പിറകിലേക്ക് കൊണ്ടുവരിക. കൈപ്പത്തി മലർന്നു കിടക്കുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ തിരിച്ചു കൊണ്ടുവരിക. ഇനി ഇടതുവശത്ത് കൂടിയോ വലതുവശത്ത് കൂടിയോ പതുക്കെ ചെരിഞ്ഞ് എഴുന്നേറ്റിരിക്കുക. അടുത്ത സെഷനിൽ നമ്മൾ ശ്വസനക്രിയ വ്യായാമമാണ് ചെയ്യുന്നത്. അനുലോമ വിലോമ പ്രാണായാമം അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള വ്യായാമമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി സ്വയം തയ്യാറാവുക. സുഹാസനം, അർദ്ധപത്മാസനം അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാനാത്മകമായ ആസനത്തിലിരിക്കുക. അരക്കെട്ട് നേരെ വയ്ക്കുക. 2 കൈകളും ധ്യാനമുദ്രയിൽ വെച്ച് കണ്ണുകൾ അടയ്ക്കുക. ഇനി ആഴത്തിൽ ശ്വാസം എടുക്കുന്നതിന് വേണ്ടി ഉള്ള ശ്വാസം മുഴുവനായിട്ടും പുറത്തേക്ക് വിടുക. ഇനി പതുക്കെ ആഴത്തിൽ ശ്വാസമെടുക്കാൻ തുടങ്ങുക. വയറുഭാഗവും നെഞ്ചും കഴുത്തും പതുക്കെ ശ്വാസത്തോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുകളിൽ നിന്നും താഴത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം കാലിയാക്കി വയ്ക്കുക. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം. ശ്വാസം ഉള്ളിൽ നിന്നും ആഴത്തിലുള്ളതും ദൈർഘ്യമേറിയതുമായിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് മുകളിൽ നിന്നും താഴത്തേക്ക് പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് പോകുന്ന രീതിയിൽ വിടുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ശ്വാസം എടുക്കുക. പറ്റുന്നതുപോലെ ശ്വാസം പുറത്തേക്കും വിടുക. നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എത്രത്തോളം ലളിതമായി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ലളിതമായി ചെയ്യുക. ഇതിന് നമ്മൾ ദീർഘശ്വാസ നിശ്വാസക്രിയ എന്ന് പറയുന്നു. ഇത് അടുത്ത അഭ്യാസങ്ങൾക്കുള്ള തയ്യാറെടുപ്പാണ് എന്ന് പറയുന്നതിലും തെറ്റില്ല. ഇനി നമ്മൾ നാഡീശോധൻ പ്രാണായാമമാണ് ചെയ്യാൻ പോകുന്നത്. അനുലോമ വിലോമ പ്രാണായാമം ശരീരത്തിലെ എല്ലാ നാഡികളെയും ശുദ്ധമാക്കിയതിന് ശേഷം ഈ വ്യായാമം ചെയ്യാം. ഇത് നമ്മുടെ ശ്വസന പ്രക്രിയ സുഗമമാക്കുന്നതിന് സഹായിക്കുന്നു. വലത് കൈ നാസാഗ്രമുദ്രയിൽ വയ്ക്കുക. ഇതിന് പ്രാണായാമ മുദ്ര എന്നും പറയുന്നു. ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. അരക്കെട്ട് സ്ട്രെയിറ്റായിട്ട് വയ്ക്കുക. പതുക്കെ വലത് മൂക്ക് അടച്ചു പിടിക്കുക. ഇടത് മൂക്കിലൂടെ സാവധാനം ആഴത്തിൽ ശ്വാസം എടുക്കുക. ഏകദേശം എത്ര സമയം ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് പിടിച്ചു വയ്ക്കുന്നുണ്ട് അത്രയും സമയമെടുത്ത് വേണം ഓപ്പോസിറ്റ് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടാൻ. പതുക്കെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തതിന് ശേഷം വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതാണ് അനുലോമ വിലോമത്തിൻ്റെ ഒരു ചക്രം. അതുപോലെ 3-4 ചക്രം ചെയ്യുക. ശ്വാസം സാവധാനത്തിലും ആഴമേറിയതും ദൈർഘ്യമേറിയതുമായിരിക്കണം. ഇടയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ ഉയർന്ന ശ്വാസഗതിയോ ഉയർന്ന നിശ്വാസഗതിയോ ഉണ്ടായിരിക്കരുത്. ശ്വാസം ആഴമേറിയതും ദൈർഘ്യമേറിയതും ആയിരിക്കണം. ശ്വാസഗതി വളരെ ലളിതമായിരിക്കണം. അതുപോലെ സാവധാനം ആഴത്തിലുള്ളതും ദൈർഘ്യമേറിയതുമായ ശ്വാസം
അടുത്ത മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. ഈ വ്യായാമം മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം നമ്മൾ കൂടുതൽ പഠിക്കാനുള്ള യാത്രയ്ക്ക് തയ്യാറാവുക. ശ്വാസം ഒരു മൂക്കിലൂടെ എടുത്ത് അടുത്ത മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. ഏത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നോ അതിലൂടെ ശ്വാസം വീണ്ടും എടുക്കുക. ഒന്നിനോടനുബന്ധമായി അടുത്തത് ചെയ്യുക. ശാസ്ത്രത്തിലെ ഇടതുനാസികാരന്ധ്രം ഇടതുനാസികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ വലതുനാസികാരന്ധ്രം പിംഗളനാഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇടനാഡിയും പിംഗളനാഡിയും രണ്ട് നാഡികളും സന്തുലിതമാക്കി വയ്ക്കണം. ഇടനാഡിയിലൂടെ അല്ലെങ്കിൽ ഇടതുനാസികയിലൂടെ ശ്വാസമെടുക്കുക. പിംഗള ഭാഗത്ത് കൂടെ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. അവസാന ഘട്ടത്തിൽ വലത് കൈ പതുക്കെ തിരിച്ചു കൊണ്ടുവരിക. ഇട, പിംഗള, സൂര്യൻ, ചന്ദ്രൻ, ഗംഗ, യമുന അങ്ങനെ പല പേരുകളിലും ഈ രണ്ട് നാസാരന്ധ്രങ്ങളും അറിയപ്പെടുന്നു. പക്ഷേ ഏറ്റവും പ്രധാനം നിങ്ങൾ സ്വയമേവ നിങ്ങളുടെ നിയന്ത്രണത്തിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നതാണ്. മാറ്റങ്ങൾ തിരിച്ചറിയുക. ഇനി ഇന്നത്തെ അവസാനത്തെ വ്യായാമത്തിനായി തയ്യാറാവുക. ധ്യാനം. ധ്യാനത്തിന് വേണ്ടി ഒന്നുകൂടി തയ്യാറെടുക്കുക. സുഹാസനം, അർദ്ധപത്മാസനം അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാനാത്മകമായ ആസനത്തിൽ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കാൻ കഴിയാത്തവർക്ക് ചെയറിലും ഇരിക്കാം. ഇനി പതുക്കെ ധ്യാനമുദ്ര വയ്ക്കാം. മടിയിൽ ഇടത് കൈപ്പത്തിക്ക് മുകളിൽ വലതു കൈപ്പത്തി വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശാരീരിക അവസ്ഥ എങ്ങനെയാണെന്ന് പരിശോധിക്കുക. ശിരസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. അരക്കെട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. കാലുകളിലെ ഏതൊക്കെ ഭാഗങ്ങൾ തറയിൽ മുട്ടി നിൽക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ശരീരത്തെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം ഉള്ളിലേക്കും പുറത്തേക്കും വിടുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിക്കുക. പതുക്കെ പതുക്കെ നിങ്ങളുടെ താടിയുടെ ഭാഗം കുറച്ച് ഉയർത്തി വയ്ക്കുക. നോട്ടം ധ്രുവമധ്യ ദൃഷ്ടിയിലേക്ക് ആക്കുക. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ വസ്തുക്കളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശാന്തമാവുക. ഇനിയും ശാന്തമാവുക. ഒന്നിനെപ്പറ്റിയും ചിന്തിക്കേണ്ട, ഒന്നും കണ്ടെത്താൻ ശ്രമിക്കേണ്ട. ദൃഷ്ടി സ്വരൂപാവസ്ഥയിൽ ഇരിക്കുക. വ്യക്തികൾ വിഷാദത്തിലായിരിക്കുമ്പോൾ, മനസ്സ് നിശ്ചലമായിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക. മനസ്സിലുള്ള പലവിധ ചിന്തകളും മാറ്റി മനസ്സിനും നിങ്ങൾക്കും ശാന്തി നൽകുക. ഇത് ഒരു ദിവസം കൊണ്ട് സാധ്യമാകുന്നതല്ല. നിരന്തരമായ വ്യായാമത്തിലൂടെ നേടിയെടുക്കാവുന്നതാണ്. പതുക്കെ പതുക്കെ തിരിച്ചു വരാനായിട്ട് ശ്വാസത്തെ ഒരു മാധ്യമമായിട്ട് എടുക്കാം. ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമായ ശ്വാസത്തെ അറിയുക. ശ്വാസം പതുക്കെ പതുക്കെ ആഴത്തിലേക്കാക്കുക. ആഴത്തിൽ ശ്വാസം അകത്തേക്കെടുക്കുക. ആഴത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. മനസ്സും ഹൃദയവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുക. നമ്മൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തമായി വയ്ക്കണം. ഇപ്രകാരം നമുക്ക് നമ്മുടെ ആത്മവികാസം സാധ്യമാകുന്നു. ഞാൻ സ്വയം എനിക്കു വേണ്ടിയും
എൻ്റെ കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ഈ ലോകത്തിനു വേണ്ടി തന്നെയും സമാധാനം പ്രചരിപ്പിക്കുന്നതിന് ബാധ്യസ്ഥനാണ്. പതുക്കെ ദീർഘമായി ശ്വാസമെടുക്കുക. ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പരിശീലന സെക്ഷൻ അവസാനിപ്പിക്കാം. പതുക്കെ 2 കൈകളും നമസ്കാര മുദ്രയിൽ വയ്ക്കുക. ഒരു പ്രാവശ്യം ഓംകാരം ചൊല്ലിയതിനു ശേഷം ശാന്തിമന്ത്രം ചൊല്ലാം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. പതുക്കെ 2 കൈപ്പത്തികളുമെടുത്ത് കണ്ണിലേക്ക് വയ്ക്കുക. ഇനി കൈകൾ തിരിച്ചെടുക്കുക. നന്ദി. നിങ്ങളുടെ ദിവസം ശുഭമായിരിക്കട്ടെ. നന്ദി.